നമുക്ക് അരിപ്പൊടിയും കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക, എണ്ണ ചേർക്കണം, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അരിപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാണ്ട് ഇതുപോലെ കുഞ്ഞി കുഞ്ഞി ബോളാക്കി, ഇത് വളരെ ചെറിയ ബോളാട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ച് കൊഴുക്കട്ട, ചെറിയ ഉണ്ണി കൊഴുക്കട്ടകളാട്ടോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു രീതി ഉണ്ടാക്കി കാണിച്ചു തരാം. നമുക്ക് ഇത് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് കടുക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഇത് കണ്ടോ, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മുളക് പച്ചമുളകാണ്, പിന്നെ അതുപോലെ സവാളയും എടുത്തിട്ട് നമുക്ക് വഴറ്റി കഴിഞ്ഞ ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നില്ല. ചില ഇതിൽ ഞാൻ മുമ്പ് കണ്ടിട്ട് ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ള വീഡിയോകളാണ്, അതിലിങ്ങനെ സാമ്പാർ പൊടി ചേർക്കേണ്ടത്. പക്ഷെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി ഇപ്പോൾ ഒന്ന് നല്ലോണം ഞാൻ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മുടെ ഈ നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന ബോളുകളില്ലേ, ഉണ്ണിക്കൊഴുക്കട്ടകൾ, അതങ്ങ് ഇടാം. എന്നിട്ട് ഒന്ന് ഇളക്കി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും ചായയുടെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഒറ്റയ്ക്കായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.